Welcome to Teach to Code. Today, Suraj Naran gonna show you how to use MD5 encryption in PHP. Please watch and subscribe if you find these tutorials are worthy. Okay, welcome to you all. In Teach to Code special edition in Malayalam class today will be an important class to all of you. In the encryption method already we already heard about that encryption method about password encryption like something like that. Okay, appo nammal innu padikan povunnu enganeyanu or password encrypt cheyyunnu മുതലായ കാര്യങ്ങളെ കുറിച്ചാണ്. If you are not familiar with password encryption or encryption, not familiar with any encryption algorithms, നിങ്ങൾ ഇനി ഒരു algorithm encryption കുറിച്ച് കേട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് MD5 algorithm ആണ്. അതായത് encryption ഉപയോഗിക്കുന്ന മെത്തേഡ് MD5 algorithm ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Okay, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ MD5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ വേ എൻക്രിപ്ഷൻ മെത്തേഡ് ആണ്. അതായത് ഇഫ് യു കാൻ ഡീക്രിപ്റ്റ് ദാറ്റ് ബാക്ക്. അത് നിങ്ങൾ ഒരു തവണ ഒരു സാധനം എൻക്രിപ്റ്റ് ചെയ്താൽ സ്ട്രിംഗ് എന്തെങ്കിലും നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് MD5യുടെ പ്രത്യേകത. സോ ഇറ്റ്സ് വൺ വേ എൻക്രിപ്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ടൊരു എങ്ങനെയാണ് സ്ട്രിംഗ് ഒരു എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അത് എൻക്രിപ്റ്റ് ചെയ്യുമ്പോഴെന്ന് സംഭവിക്കും, ഈ സ്ട്രിംഗ് ഒരു ഹാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിൽ കുറേ റാൻഡം വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഹാഷ് എന്ന് പറഞ്ഞാൽ കുറേ റാൻഡം വാല്യൂസ് പോലെ സംഭവം അതായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ഒരു സാധനം കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ഓപ്പൺ എ PHP ടാഗ് ഓപ്പൺ ചെയ്തു. എന്താണ് PHP ക്രെഡിറ്റ്സ്? അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ കംപ്ലീറ്റ് കിടക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. ഞാൻ അടുത്തൊരു സ്ട്രിംഗ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോകണം. അതിന് ഞാൻ സ്ട്രിംഗ് എന്ന് നാമകരണം ചെയ്തു. ഐ ജസ്റ്റ് നെയിം ദാറ്റ് എസ് സ്ട്രിംഗ് ആൻഡ് ഒരു വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്തു. ആ വാല്യൂ പാസ്വേഡ്. ഓക്കെ, ആ സ്ട്രിംഗ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഞാൻ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. അതിനുശേഷം സെമിക്കോളൻ കൊടുത്തു. അതിനുശേഷം ഞാൻ സ്ട്രിംഗ് അണ്ടർസ്കോർ ഹാഷ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തു ഒരു വേരിയബിൾ കൊടുത്തു. അതിനകത്തേക്ക് ഞാൻ MD5 എന്ന് പറഞ്ഞ PHP ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അത് എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ MD5 കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ എന്ത് സ്ട്രിംഗ് കൊടുത്താലും ലൈക്ക് ദിസ് എന്ത് സ്ട്രിംഗ് കൊടുത്താലും അത് ഹാഷ് ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്ട്രിംഗ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഐ ജസ്റ്റ് കോൾ അപ്പ് സ്ട്രിംഗ് ഹിയർ. സ്ട്രിംഗ് ഇവിടെ ഒരു സ്ട്രിംഗ് കൊടുത്തു. അതിനുശേഷം എൻ്റർ അടിച്ചു. ഇനി എനിക്ക് ഈ ഹാഷ് ആയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം എനിക്ക് ഹാഷ് ആയ വാല്യൂ കാണണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എക്കോ കൊടുത്തു, സ്ട്രിംഗ് അണ്ടർസ്കോർ ഹാഷ് കൊടുത്തു. അതിനുശേഷം ഞാൻ സെമിക്കോളൻ കൊടുത്തു. PHP ടാഗ് ക്ലോസ് ചെയ്തു. ഒന്നുകൂടെ കോഡൊക്കെ നോക്കണം. ഓക്കെ, കൺട്രോൾ അടിച്ചു, സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ക്രോം ഓപ്പൺ ചെയ്തു. എൻ്റെ ഫയൽ ഞാൻ എടുത്തു, index.php. ഓക്കെ, 5F4 കണ്ടോ, ഈ പാസ്വേഡ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, F5F4 ഇതാണ് ഇതിൻ്റെ ഹാഷ്. ഇത് കുറേ റാൻഡം വേരിയബിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. കാണുമ്പോൾ തന്നെ പ്രാന്ത് പിടിക്കും. ഓക്കെ, നമ്മളിനി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യണം. അപ്പം ഈ സാധനം നമ്മൾ നേരെ പാസ്വേഡിൻ്റെ അകത്ത് ബോക്സിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഈ സാധനം കൊണ്ടിട്ടിട്ട് നമ്മളൊരു ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത സാധനം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ വാല്യൂ അറിയാമെങ്കിൽ ബോക്സിലിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ 5F4 ഈ വാല്യൂ കോപ്പി ചെയ്തിട്ട് ഞാനൊരു ഫയലോട്ടിട്ടു. ഞാൻ ഇവിടുന്ന് ഡേറ്റാബേസ് അല്ല, ഐ എം നോട്ട് യൂസിങ് ദ ഡേറ്റാബേസ് ഫോർ സ്റ്റോറിങ് ദ വാല്യൂ. ഞാൻ ഡേറ്റാബേസ് ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്, ഞാൻ ഫയൽ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ വാല്യൂ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഷ്ഡ് വാല്യൂ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാനിത് സേവ് ചെയ്തു. എന്താണ് hash.txt എന്ന് പറഞ്ഞൊരു ഫയലായിട്ട് അതിൻ്റെ തന്നെ ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് എനിക്കൊരു ഫോം ഉണ്ടാക്കണം. നമ്മളിങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിളിലേക്ക് കിടക്കുകയാണ്. ഞാനൊരു ഫോം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോം മെത്തേഡ് HTML ഒക്കെ നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ഫോം ആക്ഷൻ എന്താണ് index.php. അപ്പോൾ നമ്മൾ ഫയൽ നെയിം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദ നെയിം ഈസ് index.php ആണ്. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഫയൽ നെയിം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അടുത്തത് മെത്തേഡ് എന്താണ്, നമ്മൾ ഗെറ്റ് അല്ല ഉപയോഗിക്കുന്നത്, നമ്മളൊരു വാല്യൂ ഒരു സംഭവം പോസ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് പോസ്റ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ പാസ്വേഡ് ജസ്റ്റ് ഇതൊരു ലേബലാണ്, ഒരു ബോക്സ് കൊടുത്തു. നമുക്ക് ഇനി അടുത്തൊരു ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഒറിജിനൽ അതായത് ഫൈനൽ വരുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിന് വരെ പാസ്വേഡ് കൊടുക്കാം. ഞാനിപ്പോൾ ടെക്സ്റ്റ് അതായത് ഇപ്പോൾ ടെക്സ്റ്റിന് കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇഫ് യു ആർ ഗിവിംഗ് ദ പാസ്വേഡ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ടെക്സ്റ്റ് പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾക്കത്
ടെക്സ്റ്റിന് പകരം കുറേ ഡോട്ടായിട്ട് കാണാം. അപ്പോൾ others can see what your original password is. Okay, for better understandability I am just giving that as text. Okay, അതിനുശേഷം ഞാൻ ഇതിൻ്റെ നെയിം കൊടുത്തു. നെയിം എന്താണ്, ഇതിൻ്റെ ഈ ബോക്സിൻ്റെ നെയിം എന്താണ്, അതിന് ഞാൻ ഒരു user_password എന്ന് പറഞ്ഞ നെയിം കൊടുത്തു. ഇനി അടുത്ത് ഞാൻ 2 BR ഇട്ടു. കുറേ BR കരുതി വെച്ചോണം, ദാറ്റ് മേ ബി ഹെൽപ്ഫുൾ. BR വളരെ ഉപകാരമുള്ള സാധനമാണ്. ഇനി അടുത്ത് എനിക്കൊരു സബ്മിറ്റ് ബട്ടൺ വേണം. I have to create a submit button. For that I just input type is equal to submit. Okay, submit button കൊടുത്തു. അതിനുശേഷം അതിനൊരു വാല്യൂ കൊടുത്തു. എന്ത് വാല്യൂ കൊടുക്കണം? വാല്യൂ ഈക്വൽ ടു സബ്മിറ്റ് തന്നെ കൊടുത്തു. ഓക്കെ, സബ്മിറ്റ് തന്നെ കൊടുത്തു. അതിനുശേഷം ഞാൻ ഫോം ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. യൂസർ പാസ്വേഡ് ഇൻപുട്ട് ടൈപ്പ് ഈ സബ്മിറ്റ്, വാല്യൂ ഈസ് ഈക്വൽ ടു സബ്മിറ്റ്. ഓക്കെ, വാല്യൂ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇനി ഞാനത് റീലോഡ് ചെയ്താൽ സംഭവം കണ്ടു. ഓക്കെ, പാസ്വേഡ് കൊടുത്തു, സബ്മിറ്റ് ഫോം വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുകയാണ് ഹാഷ്ഡ് വാല്യൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കമൻറ്റ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഫോർ ദാറ്റ് ഒരു സ്ലാഷ് ഇട്ടു, പിന്നെ ഒരു സ്റ്റാർ ഇട്ടു, പിന്നെ അവസാനം അത് ക്ലോസ് ചെയ്യണമെങ്കിൽ സ്റ്റാർ ഇട്ടു, ഒരു സ്ലാഷ് ഇട്ടു. ക്ലോസ്. ഇനി നമുക്ക് ഇനി കുറച്ച് വാലിഡേഷൻ കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് ഫയൽ സേവ് ചെയ്തിരിക്കുന്ന ഹാഷ് നമുക്ക് എടുത്തിട്ട് അത് കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് PHP കുറച്ച് കോഡിങ്ങിലേക്ക് കിടക്കാണ്. if സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചു. അപ്പം if you are not familiar with if in PHP, you can refer my previous tutorial about the if conditions, or you can refer php.net for best manual. നല്ല മാനുവൽ ഉണ്ട്, അവർക്ക് നിങ്ങൾക്ക് അത് റെഫർ ചെയ്തിട്ട് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വേറെ റെഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാവുന്നതാണ് എന്താണ് if കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ if കൊടുത്തു, ഈ സെറ്റ് എനിക്കിനി വാല്യൂ സെറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം. ഈ പോസ്റ്റിൽ കറക്റ്റ് പോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ പോസ്റ്റ് കൊടുത്തു. പോസ്റ്റ് എന്താണ്, അതിൻ്റെ നെയിം എന്താണ്, യൂസർ പാസ്വേഡാണ് എൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ടെക്സ്റ്റിൻ്റെ നെയിം user_password. ഓക്കെ, user_password. ഇനി അടുത്തത് അത് empty നോട്ട് എംപ്റ്റി ആണെങ്കിൽ, if $post user password നോട്ട് എംപ്റ്റി ആണെങ്കിൽ എന്ത് സംഭവിക്കണം? Let's call post user_password. Okay, ഇനി നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതിന് ഞാൻ user_password എന്ന് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇനി എനിക്ക് നേരത്തെ നമ്മൾ സ്ട്രിങ് ഹാഷ് ചെയ്തോളാം. എന്താണ് ഈ പോസ്റ്റ് ചെയ്യുന്ന വാല്യൂ, നമുക്കത് ഹാഷ് ചെയ്യണം. അപ്പം ഞാനതിന് പോസ്റ്റ് ചെയ്യുന്ന വാല്യൂ $post എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ നെയിം എന്താണ്, ടെക്സ്റ്റ് വൺ യൂസർ പാസ്വേഡ്. അപ്പം ഞാനവിടെ എന്ത് കൊടുത്തു, user_password കൊടുത്തു. അതിനുശേഷം ഞാൻ സെമിക്കോളൻ ഇട്ടു, എൻ്റർ അടിച്ചു. ഇനി എനിക്ക് അടുത്ത മെത്തേഡ് വന്നാൽ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യും. ഇനി ഫയൽ വെച്ചുള്ള കളികളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് ഞാൻ എന്ത് സ്റ്റോർ ചെയ്തു, നമ്മുടെ ഫയൽ, നമ്മൾ hash.txt എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ നേരത്തെ വി ഓൾറെഡി സേവ്ഡ് ദാറ്റ് ഫയൽ. നമ്മൾ ആ ഫയൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ hash.txt എന്ന് പറഞ്ഞ സാധനം ഇതിലേക്ക് സ്റ്റോർ ചെയ്തു. $handle നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരും നെയിമൊക്കെ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇത് കൊടുത്തതേ ഉള്ളൂ. ഈ PHP തന്നെ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ fopen ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഇൻബിൽറ്റ് ഫയൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് php.net അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസോഴ്സ് യു ക്യാൻ റെഫർ അതർ റിസോഴ്സസ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദാറ്റ്. ഐ വിൽ ബി ടേക്കിംഗ് ടു മച്ച് ഓഫ് ട്യൂട്ടോറിയൽ അബൌട്ട് ദിസ് ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ലേറ്റർ. ഞാൻ പതുക്കെ ഇതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ ഡിഫോൾട്ടായിട്ട് ഓരോ സെക്ഷൻ ഓരോ ട്യൂട്ടോറിയൽ ഞാൻ എടുക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഫയൽ നെയിം എന്ന് പറഞ്ഞ, അതായത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനം എടുത്തു. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽ ഞാൻ ഇതിങ്ങ് എടുത്തു. അതിനുശേഷം ആ ഫയലിന് എനിക്ക് റീഡ് ചെയ്യണം. സോ ഐ എം ജസ്റ്റ് ഗീവിങ് ആസ് ആർ മീൻസ് ടു റീഡ്. ആർ കൊടുത്ത് റീഡ് ചെയ്യണം. അതിനുശേഷം എൻ്റെ പാരാമീറ്റർ ആണ് കൊടുത്ത്. ഇനി അടുത്ത് ഞാൻ വേറൊരു വേരിയബിളിനോട് ഡിക്ലെയർ ചെയ്തു. അതിന് ഞാൻ ഫയൽ പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം read, എനിക്ക് ആ ഫയൽ റീഡ് ചെയ്യണം. അതിനുശേഷം ഞാൻ $handle, അത് നമ്മൾ നേരത്തെ
ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വാല്യൂ ഇതിലോട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഹാൻഡിലോട്ട് വി ആർ ജസ്റ്റ് സേവ് ദാറ്റ് വൺ ടു ഹാൻഡിൽ. സോ ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് റീഡിങ് ദാറ്റ് വൺ. സോ ഹാൻഡിൽ എടുത്തു ഞാൻ ഹാൻഡിൽ ചെയ്യാൻ. അതിനുശേഷം ഞാനൊരു കോമ ഇട്ടു. അതിനുശേഷം ഫയൽ സൈസ് ഏതാണ് ഫയൽ സൈസ് ഇതിൻ്റെയാണ് അറിയേണ്ടത്. അപ്പോൾ ഫയൽ നെയിം സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, എല്ലാം നമ്മൾ റീഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഞാൻ ഫയൽ നെയിം കൊടുത്തു. ഇതിലായിട്ടാണ് നമ്മളത് ഏതാണ് #txt നമ്മൾ ഇതിലേക്കാണ് സേവ് ചെയ്തിരിക്കുന്നത്, അതാണ് നമുക്ക് അതാണ് എന്താണ് ഫയൽ നെയിം. സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദാറ്റ് വൺ ഫയൽ നെയിം കൊടുത്തു. അതിനുശേഷം ഞാൻ പാരാന്തസിസ് ക്ലോസ് ചെയ്തു. ഇനി ഞാൻ അടുത്തൊരു വാലിഡേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഫ് കണ്ടീഷനും കൂടെ ഓപ്പൺ ചെയ്തു. ഇഫ് യൂസർ അണ്ടർസ്കോർ പാസ്വേഡ് ഈക്വൽ ടു, അതായത് യൂസർ കൊടുത്തിരിക്കുന്നത് അതായത് ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഇഫ് ഇറ്റ് മാച്ചസ് ടു ദാറ്റ് ഫയൽ, അതായത് ഫയലുള്ള ഹാഷ് പാസ്വേഡുമായിട്ട് മാച്ച് ചെയ്താൽ, കാരണം നമ്മൾ ആ കൊടുക്കുന്ന സാധനം ഓൾറെഡി അത് MD5 നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി എൻക്രിപ്റ്റ് ദാറ്റ് വൺ. അപ്പോൾ അത് ആ എൻക്രിപ്റ്റ് ചെയ്ത ഹാഷ് മറ്റേ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയലിൻ്റെ ഇതുമായിട്ട് മാച്ച് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്കോ ചെയ്യാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോ എക്കോ പാസ്വേഡ് ഓക്കെ, പാസ്വേഡ് ഓക്കെ എന്ന് പറഞ്ഞു വരും. അതിനുശേഷം അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എൽസ് കൊടുത്തു എക്കോ എന്താണ് ഇൻകറക്റ്റ് പാസ്വേഡ് ഇൻകറക്റ്റ് ആണെന്നുള്ള സംഭവം വരും. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനി ഇതൊന്നും അല്ല, അതായത് നമ്മൾ ഇത്രയും നമ്മൾ കൊടുത്തിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാസ്വേഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്താണെങ്കിൽ പ്ലീസ് എൻ്റർ പാസ്വേഡ് എന്തെങ്കിലും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എൽസ്, അതായത് ഈ കണ്ടീഷൻ ഒന്നും അല്ലെങ്കിൽ ഇത്രയും തീർന്നിട്ട് നമ്മൾ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് കൊടുക്കണം, നമുക്കൊരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ. എൽസ് എക്കോ പ്ലീസ് എൻ്റർ പാസ്വേഡ് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഞാനിത് സേവ് ചെയ്തു. നിങ്ങൾ ഫയൽ ഒന്നുകൂടെ നോക്കാം. എല്ലാം ചെയ്തിട്ടും യു ജസ്റ്റ് റീചെക്ക് ദാറ്റ് അഗെയിൻ, ഒന്നുകൂടെ റീചെക്ക് ചെയ്തിട്ട് നോക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്, എന്തെങ്കിലും പാരാന്തസിസ് വിട്ടുവിടണോ എന്ന്. ഞാനിത് എടുത്തിട്ട് ലൈൻ 8 എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഒരു എക്സ്ട്രാ പാരാന്തസിസ് ആഡ് ചെയ്തു, അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. PHPയുടെ നല്ല ഡീകമ്പൈലിംഗ് സിസ്റ്റമാണ്, അതുകൊണ്ട് എറർ നമുക്ക് പെട്ടെന്ന് കാണാം. ഓക്കെ, പ്ലീസ് എൻ്റർ പാസ്വേഡ്. ഇപ്പോൾ നമ്മൾ പാസ്വേഡ് ഒന്നും കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്ലീസ് എൻ്റർ വരും. ഇപ്പോൾ ഞാനിപ്പം എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുകയാണ്, സൂരജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തിട്ട് സംഭവിക്കും ഇൻകറക്റ്റ് പാസ്വേഡ്, കാരണം അത് പാസ്വേഡ് അല്ല, അത് ഹാഷ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള ഫയലിലോട്ട് ഇത് നോക്കും. അപ്പം ഇറ്റ്സ് ഇൻകറക്റ്റ്. ഇനി ഞാനിത് ഒന്നുകൂടെ ഞാൻ റീലോഡ് ചെയ്തു. നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ പാസ്വേഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ആക്ച്വൽ പാസ്വേഡ്. സോ ഐ എം ഗിവിങ് പാസ്വേഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ പാസ്വേഡ് ഓക്കെ. അപ്പം സക്സസ്ഫുള്ളായി, നമ്മുടെ എൻക്രിപ്ഷൻ സക്സസ്ഫുള്ളായി, അതിൻ്റെ വാലിഡേഷനും സക്സസ്ഫുള്ളായി. അപ്പം ഇതാണ് MD5 ഉപയോഗിച്ചിട്ട് എങ്ങനെയാണത് ആക്ച്വലി ചെയ്യുന്നതെന്നുള്ള മെത്തേഡ്. ഓക്കെ, കൂടുതൽ ഞാൻ സെക്യൂരിറ്റി ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ അടുത്തുള്ള ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ഇപ്പം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, യു ക്യാൻ ഓപ്പൺ your suggestions or anything or any doubts to me directly. ഓക്കെ, അപ്പം നമുക്കൊന്നുകൂടെ പെട്ടെന്നൊരു ഇത് കാണാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോം തുറന്നു. ഒരു ഫോമിൽ ജസ്റ്റ് യൂസറിന് ഒരു ഇൻട്രാക്ഷൻ വേണ്ടി ഞാൻ വാല്യൂ സബ്മിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു വാല്യൂ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഒരു ഇഫ് ഈ സെറ്റ്, അതായത് ഞാനത് അതിൽ സെറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കും. അല്ലെങ്കിൽ ഇത് രണ്ട് കമ്പാരിസൺ ഉണ്ട്, ഇത് രണ്ടും സാറ്റിസ്ഫൈ നോട്ട് എംപ്റ്റി ആണെങ്കിൽ ഓക്കെ, ഇത്രയും സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സാധനം എംപ്റ്റി അല്ലെങ്കിൽ, അതായത് നമ്മൾ വാല്യൂ എൻ്റർ ചെയ്താൽ നേരെ ഈ കണ്ടീഷനിലോട്ട് കിടക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസർ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം MD5 നമ്മൾ നേരത്തെ സ്ട്രിംഗ് കണ്ട പോലെ കൺവേർട്ട് ചെയ്യുന്ന കണ്ട പോലെ ഈ പോസ്റ്റ്, അതായത് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിലെ ആ സാധനം എന്ത് ചെയ്യുന്നു,
ഈ സാധനം എടുത്ത് അത് ഹാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈസ് ജസ്റ്റ് കൺവേർട്ടിങ് ദാറ്റ് ഇൻ ടു ഹാഷ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഫയൽ നെയിം, അതായത് നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുള്ള ഫയൽ നെയിം ഹാഷ് ഡോട്ട് ആ ഫയലിലോട്ട് ഒരു ഫയൽ നെയിം എന്ന് പറഞ്ഞതിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഒരു ഹാൻഡിൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം എഫ് ഓപ്പൺ, അതായത് PHP ഫയൽ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അതിനുശേഷം ഫയൽ നെയിം പേര് കൊടുത്തു, ഏത് ഫയലാണ്. പിന്നെ ആർ എന്ന് വെച്ചാൽ റീഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ പാരാമീറ്ററാണ് ആർ. ഫയൽ പാസ്വേഡ് ഞാൻ വേറൊരു ഇതുകൊണ്ട് ഉണ്ടാക്കി. അതിനുശേഷം എഫ് റീഡ്, ഈ സാധനം റീഡ് ചെയ്തു. എന്താണ് ഹാൻഡിൽ, അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയൽ നെയിം. പിന്നെ ഫയൽ സൈസ്, അതിന് ആ ഹാഷ് ഡോട്ട് ടിഎക്സ്റ്റിയിലുള്ള ഫയൽ സൈസ് അതും കണക്കാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫയൽ നെയിം ഇവിടെ ഓപ്പൺ ആക്കി. അടുത്ത ഈ യൂസർ പാസ്വേഡ്, അതായത് നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ആ പാസ്വേഡ് ആക്ച്വലി ഹാഷ് പാസ്വേഡ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫയൽ പാസ്വേഡ് എഫ് റീഡ് ഉപയോഗിച്ച് നമ്മൾ റീഡ് ചെയ്ത ഫയൽ പാസ്വേഡിനോട് ഹാഷിനോട് ഈക്വൽ ആണെങ്കിൽ പാസ്വേഡ് ഓക്കെ, അല്ലെങ്കിൽ പാസ്വേഡ് ഇൻകറക്റ്റ്, അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ അതായത് പാസ്വേഡ് ഒരു സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ അത് എപ്പോഴും ഡീഫോൾട്ട് ആയിട്ട് പ്ലീസ് എൻ്റർ പാസ്വേഡ് കൊടുക്കും. അപ്പം ഇത്രയാണ് സംഭവം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി അടുത്ത ട്യൂട്ടോറിയൽ കാണാം വരെ ബൈ.